എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു പെക്കഹോളിക്സ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ജോബു. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ബ്രാംപ്ടണിലാണ് വിത്ത് CMMC, കനേഡിയൻ മലയാളി മോട്ടോർ സൈക്കിൾ ക്ലബ്ബ്. ഞാൻ പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കിക്ക് ഓഫ് റൈഡാണ്. ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെത്തിരിക്കുകയാണ്. നമ്മളെ വെതറൊക്കെ നന്നായിട്ടായി തുടങ്ങി. അപ്പം നമ്മളൊരു ചെറിയ മീറ്റപ്പ് പ്ലാൻ ചെയ്തു. എല്ലാവരും എത്തി. കുറച്ച് പേരെല്ലാം അത്യാവശ്യം നല്ല ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഏകദേശം 30ഓളം വണ്ടികൾ വന്നിട്ടുണ്ട്. ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. വെതർ ഇന്ന് രാവിലെ ഇച്ചിരി തണുപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് റൈഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞേക്കുന്നത്. പല ഡിഫറെൻറ്റ് കാറ്റഗറികളിലുള്ള പല ക്ലാസ്സുകളിലുള്ള പല പവറിലുള്ള ബൈക്സാണ് നമുക്ക് ഇന്നുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കാണിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പറയാം. അതുപോലെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ബ്രീഫിംഗ് അഗെയിൻ, ലൈക്ക് എങ്ങനെയാണ് ഗ്രൂപ്പിൽ റൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു ചെറിയ റീക്യാപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 മാസത്തിന് ശേഷമാണ് നമ്മൾ റൈഡ് ചെയ്യുന്നത്, അതും ഗ്രൂപ്പായിട്ട് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പായിട്ടൊന്ന് ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുക എന്തൊക്കെയാണ് നമ്മുടെ റൈഡിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യും. അപ്പം ആ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം 6 മാസത്തിന് ശേഷമാണ് ഒന്നുകൂടെ റൈഡ് ചെയ്യാൻ വേണ്ടി കൂടുന്നത്. അപ്പം ജസ്റ്റ് നമ്മുടെ റൈഡിങ് ടെക്നിക്സുകളൊന്ന് ബ്രീഫ് ചെയ്യുകയാണ്. അഗെയിൻ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ ബ്രോ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മെയിൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഹാൻഡ് സിഗ്നൽസ്, അതുപോലെ തന്നെ ഹാൻഡ് സിഗ്നൽസ് വെച്ചാണ് മെയിൻലി ചെയ്യുന്നത്. റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. റൈറ്റ്, ലെഫ്റ്റ്, സ്റ്റോപ്പ്, സ്ലോ ഡൗൺ ചെയ്യുന്നു. സിംഗിൾ പൈലാകാൻ വേണ്ടി നമ്മളിപ്പോൾ 2 സിഗ്സാഗായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് റൈഡർ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു, സെക്കൻഡ് റൈഡർ റൈറ്റിലേക്ക്. സിഗ്സാഗായിട്ടാണ് പോകുന്നത്. നമ്മൾ റോഡിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിലോ സൈക്കിളോ എല്ലാം പോവുകയാണെങ്കിൽ നമ്മൾ സിംഗിൾ ലൈനിലോട്ട് മാറും. ജസ്റ്റ് കൈ പോകും, അപ്പം നമ്മൾ സിംഗിൾ ലൈനിലോട്ട് മാറും. അതുപോലെ തന്നെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇത് ഈ സാധനങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആയി വരും. അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം. സ്റ്റോപ്പ് സൈൻ വരുമ്പോഴത്തേക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ വിൽ ബി ബ്ലോക്കിംഗ്. ഓൾവേസ് സ്റ്റോപ്പ് ആണെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ വിൽ ബി ബ്ലോക്കിംഗ് ദ റോഡ്. ബാക്കിയുള്ളവർ പോകും. അങ്ങനെ റൊട്ടേഷനായിട്ട് വരും. അതെ, ഓൾവേസ് സ്റ്റോപ്പിൽ മാത്രമേ മെയിൻലി ബ്ലോക്ക് ചെയ്യാവുള്ളൂ. അല്ലാതെ നോർമൽ സ്റ്റോപ്പിൽ കയറി ബ്ലോക്ക് ചെയ്യരുത്. അതുപോലെ ഹൈവേയിലോട്ടും കയറി ബ്ലോക്ക് ചെയ്യാൻ നിൽക്കരുത്, വണ്ടി കൊണ്ടുപോകും. അതെ, അവരവരുടെ സേഫ്റ്റി അവരവരുടെ ഇത് കയ്യിലാണ്. ഓക്കെ, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഓക്കെ, അവരവർക്ക് ഇത്ര എല്ലാവരും പ്രായമായുള്ളവരാണ്. ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിളായിട്ട് ഓടിക്കുക. ഓക്കെ, നമ്മൾ വലിയൊരു ഗ്രൂപ്പായിട്ട്, നമ്മൾ ഇൻഡിവിജ്വലായിട്ടല്ല പോകുന്നത്, നമ്മൾ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗ്രൂപ്പിൻ്റെ സേഫ്റ്റി നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മാക്സിമം ഗ്രൂപ്പിൻ്റെ അകത്ത് കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതെ, മാക്സിമം 3 ഗ്രൂപ്പായിട്ട് പോകുന്നു. 3 ഗ്രൂപ്പിന് ഒരു ടെയിലും ഒരു ഹെഡും കാണും. മെയിൻലി പ്രോപ്പറായിട്ട് സേഫായിട്ട് റൈഡ് ചെയ്യുക. മുന്നേ പോകുന്നവർ ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഓക്കെ, റോഡിൽ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ സേഫായിട്ട് പോകണമെങ്കിലോ സ്ലോ ഡൗൺ ആണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിലോട്ട് പറയുക. അതുപോലെ ബാക്കിലുള്ളവർ പിന്നെ ബാക്കിലോട്ട് ഇത് പാസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ രണ്ടാമത്തെ ആൾ പറഞ്ഞ ശേഷം അവിടെ നിർത്താതെ എല്ലാവരോടും ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെന്നാണ് മെയിൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ?
തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും വണ്ടികളുടെ ഏതെങ്കിലും ബൈക്സിൻ്റെ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് റിവ്യൂ ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ DM ചെയ്യുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കമൻസിൽ ഇടുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു സൂൺ.